ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുർത്തയ്ക്കൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി നെക്ക് ഡിസൈനാണ്. ഒരു യോക്ക് പോലത്തെ നെക്ക് ഡിസൈനാണ് കേട്ടോ. നമുക്ക് പാൻറ്റിൻ്റെ തുണി വെച്ചിട്ട് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ സെയിം കളറുള്ള കുർത്തയുടെ തുണി വെച്ചിട്ടായാലും നമുക്ക് ചെയ്യാം. അപ്പോൾ ഏകദേശം ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ക്യാൻവാസിൻ്റെ നീളവും വീതിയൊക്കെ ഒന്ന് പറയാം. ഒരു നീളത്തിലുള്ള ക്യാൻവാസ് നമുക്ക് വേണം. അതിൻ്റെ ഗ്ലൂ ഉള്ള ഭാഗം നമുക്ക് ഉള്ളിലേക്ക് മടക്കി വയ്ക്കും. അതിന് ശേഷം ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ 15 ഇഞ്ചാണ് വരുന്നത്, വിഡ്ത്ത് 5 ഇഞ്ചാണ്. രണ്ടായിട്ട് മടക്കി വെച്ചതിന് ശേഷമുള്ള ലെങ്ത്തും വിഡ്ത്തുമാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ അത്രയും നീളവും വീതിയുമുള്ള ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ രണ്ടായിട്ട് നമ്മൾ മടക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കിൻ്റെ വിഡ്ത്ത് ഒന്ന് മാർക്ക് ചെയ്യാം. നമ്മൾ സാധാരണ എടുക്കുന്ന നെക്കിൻ്റെ വിഡ്ത്ത് എത്രയാണോ അതൊന്ന് മാർക്ക് ചെയ്യുക. ഞാനിവിടെ 3 ഇഞ്ചാണ് മാർക്ക് ചെയ്തേക്കുന്നത്. അതിൻ്റെ താഴേക്ക് നമുക്കൊരു 5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 6.5 ഇഞ്ചുള്ള ഒരു നെക്കാണ് വയ്ക്കുന്നത്. 6.5 ഇഞ്ച് ലെങ്ത്തുള്ള നെക്കാണ് വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്തു താഴേക്ക്. അതിന് ശേഷം അതൊരു ബോക്സ് പോലെ ഇതുപോലെ നമുക്ക് വരച്ചെടുക്കാം. ഇനി നമ്മൾ ആ വരച്ച ബോക്സിൻ്റെ നേരെ താഴേക്ക് ഒരു 1.5 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്യുന്നുണ്ട്. അതും നമുക്കൊരു ബോക്സ് പോലെ വരച്ചെടുക്കാം. നമ്മളിവിടെ ഒരു സ്ക്വയർ നെക്കും താഴേക്ക് ഒരു വി നെക്കുമാണ് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ 2 ബോക്സ് വരച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് വേണ്ടത് ആ ഒരു ഫോൾഡഡ് സൈഡിൽ നിന്ന് ഒരു 3/4 ഇഞ്ച് നമ്മൾ ഉള്ളിലേക്ക് മാറ്റി മാർക്ക് ചെയ്യാം. അവിടെയാണ് നമ്മൾ ആ ഒരു വി ഷേപ്പ് വരച്ചെടുക്കുന്നത്. അപ്പോൾ രണ്ടാമത് വരച്ച ലൈൻ കണ്ടോ, നമ്മൾ ആദ്യം ഇപ്പോൾ മാർക്ക് ചെയ്ത ലൈൻ അല്ലാതെ അതിൻ്റെ താഴേക്ക് വരുന്ന ലൈനില്ലേ, ആ ലൈനിൽ നിന്ന് ഒരു ചെറിയൊരു വി പോലെ ഇതുപോലെ നമുക്ക് വരച്ചു കൊടുക്കാം. നമുക്ക് വി തന്നെ വരയ്ക്കണമെന്നില്ല, നമുക്ക് വേറെ ഏതെങ്കിലും റൗണ്ട് ഷേപ്പ് വരയ്ക്കണമെങ്കിൽ അങ്ങനെയും വരയ്ക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ വരയ്ക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു വി നെക്ക് അവിടെ വരച്ചു കൊടുത്തിട്ടുണ്ട്, ചെറുതായിട്ടൊരു വി. അപ്പോൾ വി വരച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് രണ്ടും കൂടെ യോജിക്കുന്ന ആ ഒരു ഭാഗത്ത് ചെറിയതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് അതായത് ഒരു സ്ക്വയർ പോലെ വരാതെ ഒന്ന് ഷേപ്പ് ചെയ്തൊന്ന് കർവ് ചെയ്ത് വരയ്ക്കുന്നുണ്ട് ആ ഒരു ഭാഗം. അവിടെ കർവ് ചെയ്യുന്നുണ്ട്, പക്ഷെ കർവ് ആവുന്നില്ല. നമുക്കത് കട്ട് ചെയ്യുമ്പോൾ കർവാക്കി എടുക്കാം. അപ്പോൾ അത് ഞാനവിടെ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തേക്കുള്ള ഭാഗം അടയാളപ്പെടുത്താം. അപ്പോൾ ഈ യോക്കിൻ്റെ ലെങ്ത്ത് നമ്മൾ എടുക്കുന്നത് 14 ഇഞ്ചാണ്. അപ്പോൾ 14 ഇഞ്ച് ലെങ്ത്തിൽ മാർക്ക് ചെയ്തു. എന്നിട്ട് ആ 14 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഭാഗത്തു നിന്ന് നമ്മളൊരു 3.25 ഇഞ്ചും കൂടെ ഉള്ളിലേക്ക് കയറ്റി ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഒന്ന് സ്ട്രെയിറ്റ് ലൈനായിട്ട് ഇതുപോലെ വരച്ചെടുത്തു. എന്നിട്ട് ഏറ്റവും മുകളിൽ നമ്മുടെ ആ നെക്ക് മാർക്ക് ചെയ്തേക്കണില്ല, അതിൻ്റെ വെളിയിലേക്ക് നമ്മളൊരു 1.5 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് താഴത്തെ ആ 3.25 മാർക്ക് ചെയ്ത ലൈനിൽ നിന്ന് മുകളിൽ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തേക്കണേ ആ ഒരു പോയിൻറ്റിലേക്ക് നമ്മൾ ഇതുപോലെ സ്കെയിൽ വെച്ചിട്ടൊന്ന് ചെരിച്ച് വരച്ചെടുക്കുകയാണ്. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താഴത്തെ ആ ലൈനിൽ നിന്ന് മുകളിലേക്ക് നമ്മളൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ആദ്യം ഉള്ളിലുള്ള ഭാഗം കട്ട് ചെയ്യുക, അതിനുശേഷം പുറത്തേക്കുള്ളത് കട്ട് ചെയ്യുക. അപ്പോൾ ഏകദേശം ഇതുപോലെയാണ് നമ്മുടെ യോക്ക് വരുന്നത്. നമുക്കിത് പാൻറ്റിൻ്റെ തുണി വെച്ചിട്ടായാലും ചെയ്യാം, അതല്ല കുർത്തയുടെ തുണിയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം. ഞാനിപ്പോൾ പാൻറ്റിൻ്റെ തുണിയിൽ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു 1/2 ഇഞ്ച് നിർത്തിയതിന് ശേഷം ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാ വശവും നമ്മളിതുപോലെ കറക്റ്റ് നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ 1/2 ഇഞ്ച് നിർത്തിയേക്കുന്ന ആ ഭാഗമില്ലേ, ആ ഭാഗം ഇതുപോലെ ക്യാൻവാസിനോട് ചേർത്ത് വെച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കുക. അല്ലെങ്കിൽ അയൺ ചെയ്ത് പിടിപ്പിച്ചാലും മതി. അയൺ ചെയ്ത് ഒട്ടിയിരിക്കില്ല. അയൺ ചെയ്ത് ഉള്ളിലേക്ക് മടക്കി വയ്ക്കാം. നമുക്ക് വേണമെങ്കിൽ 2 സ്റ്റിച്ച് കാണാതെ ഇരിക്കണമെങ്കിൽ അയൺ ചെയ്ത് വെച്ചാലും മതി. അതല്ലെങ്കിൽ നമ്മൾ വലിയ സ്റ്റിച്ച് ലെങ്ത് ഇട്ടിട്ട് ഒറ്റ സ്റ്റിച്ച് കൊടുത്തിട്ട് ലാസ്റ്റ് അഴിച്ചു കളഞ്ഞാലും മതി. അപ്പോൾ അങ്ങനെ ഞാൻ അടിച്ചു വെച്ചിട്ടുണ്ട് സൈഡ്. അതിന് ശേഷം അതിൻ്റെ സെൻറ്റർ ഒന്ന് മടക്കുക ഇതുപോലെ. നമുക്കിതിൻ്റെ സെൻറ്റർ മടക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. കറക്റ്റ് ആ വീയുടെ ആ ഒരു കോർണർ ഭാഗത്ത് വെച്ചിട്ടങ്ങ് മടക്കിയാൽ മതി. അതിന് ശേഷം അതിൻ്റെ ആ ഒരു സെൻറ്റർ ഭാഗം ഒന്ന് അറിയാനായിട്ട് ഞാൻ ചെറിയൊരു കട്ടിങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചോക്ക് വെച്ച് ഇതുപോലെ വരച്ച് വയ്ക്കാം. അപ്പോൾ ഇന്ന് ബിഗിനേഴ്സാണെങ്കിൽ ഇതുപോലെയൊക്കെ വരച്ചിട്ടൊക്കെ ചെയ്യുക കേട്ടോ, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോവും. ഇനി ഞാൻ കുർത്ത എടുത്ത് വെച്ചിട്ടുണ്ട്, അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ കുർത്തയുടെ വെട്ടി വെച്ച് കറക്റ്റായിട്ട് ഞാൻ അളവിൽ വെട്ടി വെച്ചേക്കണം കേട്ടോ. അതിൻ്റെ ചീത്ത വശമാണ് ഞാനിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നത്, നല്ല വശമല്ല, ചീത്ത വശമാണ്. ആ ചീത്ത വശത്തേക്ക് നമ്മളിപ്പോൾ ക്യാൻവാസിൽ പേസ്റ്റ് ചെയ്തില്ലേ, അതിൻ്റെ നല്ല വശം വയ്ക്കുക. കുർത്തയുടെ ചീത്ത വശത്തേക്ക് ക്യാൻവാസിൻ്റെ നല്ല വശം വയ്ക്കുക.
അപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ആ സെൻറ്റർ ഭാഗം കണ്ടോ, നമ്മളിപ്പോൾ ലൈൻ വരച്ച് വെച്ചേക്കണേ, ആ ഭാഗത്തോടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. താഴെ വരെ ആ വി വരുന്ന ഭാഗം കണ്ടില്ലേ, അവിടം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ കഴുത്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ചെറിയ സ്റ്റിച്ച് ലെങ്ത് ഇട്ടിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതിന് ശേഷം എല്ലാ സൈഡും ഒന്ന് അടിച്ചെടുക്കുക. ഇതുപോലെ താഴെ ആ ഒരു വിയുടെ ഭാഗമൊക്കെ കറക്റ്റായിട്ട് അടിച്ചെടുക്കുക. ഞാനിപ്പോൾ സ്പീഡിൽ കാണിക്കുന്നു എന്നുള്ളൂ, നിങ്ങൾ ചെയ്യുമ്പോൾ പതുക്കെ ചെയ്യുക. ചെറുതായിട്ട് സ്റ്റിച്ച് ലെങ്ത്ത് കുറച്ചിട്ട് പതുക്കെ ചെയ്യുക, എന്നാലാണ് കഴുത്തൊക്കെ നല്ല കറക്റ്റായിട്ട് വരുള്ളൂ. എന്നിട്ട് ചെറിയ ചെറിയ കട്ടിങ്ങുകൾ കൊടുക്കുക. ആ ഒരു കോർണർ ഭാഗത്തൊക്കെ നല്ലോണം കട്ടിങ് കൊടുക്കുക, എന്നാലാണ് അത് തിരിച്ചിടുമ്പോൾ നല്ല ഫിനിഷിങ്ങിൽ വരുള്ളൂ കേട്ടോ. നിങ്ങൾക്കിപ്പോൾ സ്ക്വയർ നെക്ക് ഇതിൽ ചെയ്യണമെന്ന് തന്നെ ഇല്ല, ഏത് നെക്ക് വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ കാണിച്ചു എന്നുള്ളൂ, നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ യോക്ക് ഇപ്പം നല്ല വശത്തേക്ക് മറിച്ചിട്ടിരിക്കുകയാണ്. ആ ഒരു സ്ക്വയർ വരുന്ന ഭാഗമൊക്കെ കണ്ടോ, ഇതുപോലെ നമ്മൾ എന്തെങ്കിലും സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ കത്രിയോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ കുത്തി നേരെയാക്കി വെക്കുക. എന്നിട്ട് നമുക്ക് അതിൻ്റെ അരിക് ചേർന്നൊന്ന് ആദ്യം ഒന്ന് പതിച്ച് അടിച്ചെടുക്കുക. അങ്ങനെ പതിച്ചടിച്ചെടുത്താലാണ് അതവിടെ പെർഫെക്റ്റായിട്ട് അവിടെ ഇരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അയൺ ചെയ്തെടുത്താലും മതി, എന്നാലും ഒന്ന് പതിച്ചടിച്ചെടുക്കുന്നത് നന്നായിരിക്കും. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ ഈ സമയത്ത് പൈപ്പിങ്ങോ ത്രെഡ് പൈപ്പിങ്ങോ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ വേണമെങ്കിൽ ഈ സമയത്ത് വെച്ച് കൊടുക്കുക. ഈ ഒറ്റ അടിക്കലിൻ്റെ കൂടെ അതും നടന്നു പോയിക്കോളും. ഇപ്പോൾ പൈപ്പിംഗ് ഉണ്ടെങ്കിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ പൈപ്പിംഗ് ഒന്നും വെക്കുന്നില്ല, ഇത് ഷോൾ ഇടുമ്പോൾ ഒന്നും കാണുന്നില്ലല്ലോ, അതുകൊണ്ട് പിന്നെ ഞാനൊന്നും വെക്കുന്നില്ല. ഇനി ഞാനിതിന് ഒരു ലേസാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് 1 മീറ്റർ ലേസാണ് കേട്ടോ. അപ്പോൾ നെക്കിന് മാത്രം വെക്കാനായിട്ട് നമുക്ക് ഈ ഒരു മീറ്റർ 3/4 മീറ്റർ ഏകദേശം വേണ്ടി വരും, കാരണം അത്രയും ലെങ്ത് ഉണ്ടല്ലോ അതുകൊണ്ട്. നിങ്ങൾക്ക് സ്ലീവിനും കൂടെ വെക്കണം എന്നുണ്ടെങ്കിൽ ഏകദേശം 1.5 മീറ്റർ മേടിക്കേണ്ടി വരും. ഞാനിപ്പോൾ ഇവിടെ 1 മീറ്ററാണ് മേടിച്ചിട്ടുള്ളൂ. കണ്ടോ, അത്രയും ലേസ് നമുക്ക് വേണം, കുറച്ച് ബാക്കി വന്നിട്ടുള്ളൂ. ഇതിപ്പോൾ ചെറിയ ലേസ് ആയതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കുറച്ച് വെക്കാനോ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മേടിക്കുമ്പോൾ കുറച്ച് വീതി കൂടിയ ലേസാണെങ്കിൽ നമുക്ക് പകുതി ഭാഗം ഉള്ളിലേക്ക് വെച്ചിട്ട് ബാക്കി പകുതി പുറത്തേക്ക് വരുന്ന രീതിയിൽ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ അതിൻ്റെ തീരെ എൻഡിൽ കൂടിയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ അത് വിട്ടുപോകും. അപ്പോൾ എൻഡിൽ കൂടി നമ്മൾ അടിച്ച് ഫുള്ളായിട്ട് നമുക്കിതുപോലെ അടിച്ച് കൊണ്ടുവരണം. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ തയ്ച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷോളൊന്നും ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നല്ല നീറ്റായിട്ട് ശരിക്കും കുർത്ത പോലെ തന്നെ ഇരിക്കില്ലേ. ഇനി ഇതിൻ്റെ അകത്ത് ഡെക്കറേഷൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതും ചെയ്യാം. ഫ്രണ്ടിൽ 2-3 ബട്ടൺസോ അങ്ങനെ വുഡിൻ്റെ ബട്ടൺസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെച്ചാൽ കുറച്ചുകൂടെ നന്നായിരിക്കും. അതൊക്കെ ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ലേസ് ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്കിതുപോലെ പൈപ്പിംഗ് വെച്ചിട്ട് അതിൽ ഇതുപോലത്തെ തന്നെ നെക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിലുള്ള പുതിയ വീഡിയോസൊക്കെ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അത്രയേ ഉള്ളൂ. പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.